മലയാളികളുടെ ഭാഗ്യം തന്നെയാണ് നവ്യ നായർ എന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് അത് സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും പറയാറുള്ളത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രീതി അതൊന്നുകൊണ്ട് മാത്രമാണ് നവ്യ ഇപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ നിൽക്കുന്നത്. അക്കൂട്ടത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ചില വാക്കുകൾ വൈറലാകുന്നത്. അച്ഛനമ്മയും കഴിഞ്ഞ് എനിക്ക് ഈ ലോകത്ത് മറ്റാരുമുള്ളൂ. എല്ലാം സഹിച്ചും അഡ്ജസ്റ്റ് ചെയ്തും തന്നോടൊപ്പം നിൽക്കുന്ന തൻ്റെ മകനോടും തനിക്ക് നന്ദിയുണ്ട്. മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ആലോചിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, പറയുന്നില്ല എന്ന് നവ്യ പറയുന്നുണ്ട്. ഭർത്താവ് സന്തോഷിനെക്കുറിച്ചൊരു വാക്കുപോലും നവ്യ സംസാരിക്കുന്നില്ല. കുടുംബത്തിൽ തനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടുമുള്ളത് തൻ്റെ അച്ഛനോടും അമ്മയോടുമാണ് എന്ന് നവ്യ പറയുമ്പോൾ സായിയെ മറന്നുവോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. എന്നാൽ സായിയെ ഒരിക്കലും തനിക്ക് മറക്കാനാകില്ല. പക്ഷേ അച്ഛനോളവും അമ്മയോളവും ഒന്നും വരില്ല എന്ന് തിരുത്തി പറഞ്ഞിരിക്കുകയാണ് നവ്യ നായർ. മകന് മകൻ്റെ സ്ഥാനമാണ്, അച്ഛനും അമ്മയ്ക്കും ആ ഒരു സ്ഥാനമാണ്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവരെ ഒരിക്കലും വേദനിപ്പിക്കില്ല. അവർക്ക് ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അവരെ സന്തോഷമായിട്ട് ഇരുത്താൻ ഞാൻ ശ്രമിക്കും. അതാണ് എനിക്കിനി ബാക്കിയുള്ള കർമ്മങ്ങൾ. അതിനപ്പുറം മാത്രമേ എനിക്ക് എന്തും ഉള്ളൂ. ഇതാണ് നവ്യ തൻ്റെ അച്ഛനമ്മയും കുറിച്ച് പറയുന്നത്. അത് വളരെയധികം സത്യമാണ് നവ്യ. പലരും വിവാഹശേഷം അങ്ങനെ കാണാറില്ല. ഭർത്താവും മകനും തന്നെയാണ് തൻ്റെ ആദ്യ ജീവൻ എന്ന് വിചാരിച്ചിരിക്കും. എന്നാൽ അച്ഛനും അമ്മയും കുറിച്ചും നമ്മൾ ചിന്തിക്കണം. നവ്യ പറഞ്ഞത് തന്നെയാണ് ശരി. ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് പലരും പറയുന്നുണ്ട്. ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. ഭർത്താവിനെക്കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കാനും ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല കെൽപ്പുണ്ട്. നവ്യ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ മാതാപിതാക്കളെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. മകൻ വളർന്നു. മകന് വളരേണ്ട പ്രായത്തിൽ മകനൊരമ്മ വേണം. ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്ന സമയത്ത് നവ്യ അവൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അത് അവന് നന്നായി അറിയാം. ഇപ്പോൾ മകന് മകൻ്റെ സമയം വേണ്ട സമയമാണ്. ഇപ്പോൾ നമുക്ക് അവനെ പിടിച്ചു നിർത്താനാകില്ല. ഇപ്പോൾ നവ്യയുടെ അരികിലേക്ക് സായിയെ പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ സായിക്ക് അത് വിഷമമാകും, ബുദ്ധിമുട്ടാകും. അവൻ്റെ പ്രായം അതാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ഫ്രീഡം എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രായമാണ്. എന്നിരുന്നാലും നവ്യ എന്നൊരമ്മ അത് പറഞ്ഞേ മതിയാകൂ. സായിക്കുട്ടനെ പോലെ ഒരു വ്യക്തിയെ വളർത്തിയെടുത്തു. അതിനേക്കാൾ ഉപരി നല്ലൊരു മനുഷ്യനാക്കാനാണ് സായിയെ എപ്പോഴും നവ്യ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എപ്പോഴും അത് മനസ്സിലാക്കാൻ കഴിവുള്ളൊരു കുട്ടി തന്നെയായിരുന്നു സായി. സായി ചെറുതായിരുന്നപ്പോൾ നവ്യ സായിയുടെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നന്നായി തന്നെ അറിയാം. പ്രത്യേകിച്ച് ബോംബെയിലായിരുന്ന സമയത്ത് 24 മണിക്കൂറും സായി തന്നെ ആയിരുന്നു നവ്യയുടെ ജീവനായി വച്ചിരുന്നത്. അതുകൊണ്ട് അതറിയുന്ന സായി തന്നെ ഇന്ന് അമ്മയോട് പോകാൻ പറയുന്നത്. തനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച അമ്മയാണ് എന്ന് സായിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മകൻ അങ്ങനെ നിൽക്കുന്നതും. മകൻ അത്രമേൽ പ്രിയപ്പെട്ട അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് പകരം ഇന്ന് ഈ ഭൂമിയിൽ ഒന്നുമില്ല. അതുപോലെ തന്നെ നവ്യയ്ക്കും പ്രധാനപ്പെട്ടത് നവ്യയുടെ അമ്മയും അച്ഛനും തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കളെ വെച്ചുകൊണ്ട് നമുക്കൊന്നും മറ്റൊന്നിനും പകരമാവുകയുമില്ല. അതൊരു സത്യം തന്നെയാണ്. അതെന്തൊക്കെ പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്ത സത്യം തന്നെയാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.